ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു ചെറിയ വാഴക്കൂമ്പ് ചരിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിനകത്തുള്ള കറയൊക്കെ പോയി കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയെടുക്കുക, 3 വെളുത്തുള്ളി ചതച്ചെടുക്കുക, ഒരു പച്ചമുളക് അരിഞ്ഞെടുക്കുക, ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും കടുകും. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ആദ്യം നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് മൂത്ത് പൊട്ടി വരാൻ തുടങ്ങിയാൽ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് പച്ചമുളക് വഴറ്റി കൊടുക്കാം. നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എണ്ണയിലൊന്ന് മൂത്ത് കിട്ടണം. മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇട്ടെടുക്കാം. ചെറുതായിട്ട് ചരിച്ചരിഞ്ഞെടുത്ത വാഴക്കൂമ്പാണിത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വാഴക്കൂമ്പ് പിഴിഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ടെടുക്കാം. നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കാം.
അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റ് ചെറുതീയിൽ നിന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് നന്നായി അടച്ച് വേവിച്ചതിന് ശേഷം വാഴക്കൂമ്പ് തോരൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ട് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തോരൻ വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.